ഹായ്. ഇന്നപ്പോൾ ഞങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഒരാളായ ധനുഷിന്റെ ലേറ്റസ്റ്റ് റിലീസായ റായൻ മൂവി കണ്ടിട്ടുള്ള ഒരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചെയ്തിട്ട് വേഗം കമോൺ. അപ്പോൾ റായൻ, ധനുഷ് എന്ന ആക്ടറിന്റെ 15th മൂവിയാണ് റായൻ. ആൻഡ് ധനുഷ് എന്ന ഫിലിം മേക്കറിന്റെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ കൂടെയാണിത്. അതായത് പവർ പാണ്ഡ്യ എന്ന ഫിലിമിന് ശേഷം അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സിനിമ. ആക്ടറായിട്ടായാലും ഡയറക്ടറായിട്ടായാലും റൈറ്റർ, സിംഗർ, ലിറിസിസ്റ്റ് അങ്ങനെ എല്ലാ ഫീൽഡിലും ഓൾറെഡി അദ്ദേഹം പ്രൂവൻ ആണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ബട്ട് ഏതൊരു ലീഡ് ആക്ടറുടെയും 15th ഫിലിം ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ആൻഡ് ആ ഒരു മൂവി ഡയറക്ട് ചെയ്ത് സക്സസ് ആയാലും ആ ഒരു സ്ട്രീക്ക് അടുത്ത ഫിലിമിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതും ഒരു ചാലഞ്ചാണ്. അപ്പൊ ഈ രണ്ട് റോൾസിലും ധനുഷ് എന്ന ഓൾറൗണ്ടർ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ പറയാം, റായൻ ഒരു ക്ലാസിക് ഫിലിം അല്ല, അങ്ങനെ ആക്കാൻ നോക്കിയിട്ടുമില്ല. പകരം ഒരു തറലി എൻജോയബിൾ ആക്ഷൻ മൂവിയാണ് ആൻഡ് ഇറ്റ് ഡിസേർവ്സ് എ തിയേറ്റർ വാച്ച്. റിലീസിന് മുന്നേ തന്നെ നമ്മളൊക്കെ എക്സൈറ്റഡ് ആക്കി നിർത്താൻ പാകത്തിനുള്ള പല എലിമെന്റ്സ് ആണ് ഫിലിമിന് ഉണ്ടായിരുന്നത്. ധനുഷ് തന്നെ ഡയറക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആക്ടിംഗ് കരിയറിലെ 50ാമത്തെ ഫിലിം എന്ന ബിഗ് ന്യൂസിന് പുറമെ ആ കാസ്റ്റ് തന്നെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. എസ് ജെ സൂര്യ, കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, പ്രകാശ് രാജ്, സെൽവരാഘവൻ അങ്ങനെ തമിഴ് ആൻഡ് മലയാളം ഓഡിയൻസിന് ഈക്വലി അക്സെപ്റ്റബിൾ ആയ ടാലന്റഡ് ആക്ടേഴ്സിന് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് എടുത്തു തന്നെ പറയാം മുന്നോട്ട് പോകുമ്പോൾ. സ്ക്രീനിൽ കാണുന്ന വിഷ്വൽസ് മാത്രമല്ലല്ലോ തിയേറ്റർ എക്സ്പീരിയൻസ്. ദ മെയിൻസ്ട്രോ AR റഹ്മാൻ ആണ് റായന്റെ മ്യൂസിക് ചെയ്തേക്കുന്നതെന്ന് കുറെ പേർക്കെങ്കിലും അറിയാമല്ലോ. ബട്ട് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് 2 തമിഴ് ഔട്ടിങ്സ്, അതിലൊന്ന് അയലാന്റെ വെരി മീഡിയോക്കർ വർക്ക്, പിന്നെ ലാൽ സലാമിന്റെ കുറച്ച് ദുരന്തം എന്ന് തന്നെ പറയാവുന്ന അദ്ദേഹം ഇൻവോൾവ് പോലും ആയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വർക്ക്. ഇത് കഴിഞ്ഞ് വരുന്ന ആയതുകൊണ്ട് ചിലർക്കെങ്കിലും കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ഇതിലെ മ്യൂസിക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യണമെന്ന്. ബട്ട് മലയൻകുഞ്ഞെ കുറച്ചൊന്ന് ഡിസപ്പോയിന്റ് ചെയ്യിച്ചിട്ട് എങ്ങനെയാണോ നമുക്ക് ആട് ജീവിതത്തിലൂടെ തിരിച്ചു കിട്ടിയത്, അതേപോലെ തമിഴ് ഓഡിയൻസിനും റായന്റെ അമേസിംഗ് വർക്കിലൂടെ തിരിച്ചു കിട്ടിയിരിക്കുവാണ് AR റഹ്മാൻ എന്ന് ഡൗട്ട് ഇല്ലാതെ തന്നെ പറയാം. BGM ഒക്കെ ഇങ്ങനെ ഫിലിം കഴിഞ്ഞിറങ്ങിയാലും കുറെ നേരം നമ്മുടെ കൂടെ തന്നെ കാണും. ബിക്കോസ് ക്ലൈമാക്സിന്റെ മൂഡ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ BGM ഫുൾ ടൈം ടോപ്പ് സൗണ്ടിൽ തന്നെ ത്രൂ ഔട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എടുത്തേക്കുന്നത്. ബ്ലഡ് ഇസ് തിക്കർ ദാൻ എവറിത്തിങ്, അതായത് സ്വന്തം ചോര, രക്തബന്ധം, അത് കഴിഞ്ഞേ ഉള്ളൂ എന്തും എന്നുള്ളൊരു വെർച്യൂ മുന്നോട്ട് വെച്ച് തുടങ്ങി അത് ബേസ് ചെയ്താണ് മൂവിയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ബട്ട് അവിടുന്ന് അങ്ങോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളിടത്ത് പല ക്ലീഷേസും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പ്ലോട്ടിന് കഴിയുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ക്ലീഷേ സ്റ്റോറി ആണോ എന്നല്ല, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നു എന്നതിലാണ് ഫിലിം വർക്ക് ആവുന്നതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ നല്ലപോലെ വർക്ക് ആവുന്ന ഒരു ഫിലിമാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലും ടോണും ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സിനിമാറ്റോഗ്രഫി ആൻഡ് എഡിറ്റിംഗ് അതിലൂടെ കൊടുത്തേക്കുന്ന ഒരു എസ്തെറ്റിക്സ് തമിഴ് മൂവീസ് വെച്ച് നോക്കുമ്പോൾ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒന്നാണ്. എസ്പെഷ്യലി ഗാങ്സ്റ്റർ ഡ്രാമാസ് നോക്കുമ്പോൾ ഒരു പഞ്ചി ആയിട്ടുള്ള നിയോൺ കളർ പാലറ്റ് നമ്മൾ കാണുന്ന ആദ്യമായിട്ടല്ല, ആൻഡ് ഒരു റൂറൽ സെറ്റിംഗ് അതും ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. ബട്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു തമിഴ് മൂവിയുടെ എക്സിക്യൂഷൻ കുറച്ചൊന്ന് പുതുമ തരുന്നത് തന്നെയാണ്. വേറെ എടുത്തു പറയേണ്ട ഒരു എലിമെന്റ് ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. ഇപ്പോൾ എന്നല്ല, കുറച്ച് കാലമായിട്ട് തന്നെ പല പടത്തിലും ആക്ഷൻ ചെയ്തിരിക്കുന്ന പീറ്റർ ഹെയ്ൻ ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ് ഈ കാര്യം പുള്ളി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതിന് ശരിക്കും അങ്ങനെയാണോ, അതോ പുള്ളിയുടെ കൊള്ളാവുന്ന ചില വർക്ക്സ് ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഓവർ ഹൈപ്ഡ് ആണോ എന്നൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. ബട്ട് ഈ ഫിലിമിൽ ത്രൂ ഔട്ടുള്ള സ്റ്റൺ സീക്വൻസസ് ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് പോകാൻ ധനുഷ് എന്ന പെർഫോമറിന്റെ ടാലന്റ് അറിഞ്ഞു തന്നെ അതിന് പറ്റിയ ഐറ്റംസ് ഒരുക്കാനും നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻറ്റയർ ക്ലൈമാക്സ് സീക്വൻസ് ഈ ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ഡയറക്ഷനെ കൂടെ ചേർന്നാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ധനുഷിന്റെയും ബ്രദേഴ്സ് ആയിട്ട് വരുന്ന സുന്ദീപ് കിഷൻ ആൻഡ് കാളിദാസ് ജയറാം, ഇവരുടെ പെർഫോമൻസും കെമിസ്ട്രിയും ഫിലിമിന്റെ പോസിറ്റീവ് നോട്ട്സിൽ ഏറ്റവും മേളിൽ വെക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഗംഭീരമായിട്ട് പോർട്രേ ചെയ്തേക്കുന്നത് തന്നെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചില പ്ലോട്ട് ട്വിസ്റ്റ് നല്ലപോലെ വർക്ക്ഔട്ട് ആവാനുള്ള കാരണം. പിന്നെ എസ് ജെ സൂര്യ, അദ്ദേഹം കാസ്റ്റിലുണ്ടെന്ന് കേൾക്കുമ്പോഴേ ആ ക്യാരക്ടറിന് നമ്മളൊരു പ്രത്യേക നേച്ചർ എക്സ്പെക്ട് ചെയ്യും. ഒരേ സമയം നമ്മുടെ എക്സ്പെക്ടേഷൻ തകർക്കാതെയും എന്നാൽ റെപ്പിറ്റേറ്റീവ് ആവുകയും ചെയ്യാത്തൊരു ഫൈൻ ലൈനിലൂടെയുള്ള ഒരു പെർഫോമൻസ് ആണ് ഇത്. അപർണ ബാലമുരളിയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ പുള്ളിക്കാരുടെ റേഞ്ചിൽ നിൽക്കുന്ന രീതി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു പാട്ട് സീനിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ആ ഒരു എനർജി ഒക്കെ എടുത്തു പറയണം. ബട്ട് ഫുൾ മൂവി നോക്കുമ്പോൾ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് തന്നിട്ടുള്ളത് ധനുഷിന്റെ സിസ്റ്റർ ആയിട്ട് വരുന്ന തുഷാര വിജയനാണ്. അവർക്ക് നല്ലപോലെ ആക്ടിംഗ് ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഫിലിം സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ക്ലോസ് കോമ്പാറ്റ് സീനും അതേപോലെ തന്നെ ഒരു കോൺഫ്രണ്ടേഷൻ സീനും ഒക്കെ ഒട്ടും ഓവർ ദ ടോപ്പ് ആവാതെ നല്ല മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരുടെ പോർഷൻ അവർ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഇപ്പോൾ പോസിറ്റീവ് മാത്രം പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും ഇല്ലാത്ത മൂവിയാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അല്ല. ഡ്രോബാക്സും കുറച്ചൊക്കെ ഉള്ളൊരു ഫിലിം തന്നെയാണ് റായൻ. ബട്ട് മൂവിയുടെ എൻജോയബിലിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിൽ അത് കൺസേണിംഗ് അല്ല എന്നതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. ആ ഡ്രോബാക്സ് കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. പാടില്ലാത്ത എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് ഫിലിം കാണാൻ പറ്റട്ടെ എന്ന് കരുതിയാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. ആക്ടിംഗ് ആൻഡ് ഡയറക്ഷൻ അല്ലാതെ ഒരു റൈറ്ററിന്റെ ജോലി കൂടി ചെയ്തിട്ടുണ്ട് ഈ ഫിലിമിൽ ധനുഷ്.
മറ്റ് 2 ജോലി 100% റിസൾട്ട് അദ്ദേഹം തന്നപ്പോൾ കുറച്ചൊന്ന് കാല് പുറകോട്ട് വെക്കേണ്ടി വന്നിട്ടുണ്ട് റൈറ്റിംഗിൽ. ഇന്റിമേറ്റ് ആയിട്ട് തോന്നുമ്പോൾ തന്നെ ചില മൊമെന്റ്സ് വേണ്ടത്ര എത്തിയില്ല എന്നും കണക്ഷൻ ഇത് പോരല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയാൽ അത് ആ സ്ക്രീൻ പ്ലേ വന്നിട്ടുള്ള ചില കുറവുകളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതേപോലെ തന്നെ മൂവിയുടെ ഏറ്റവും നല്ല ഏരിയാസ് പലതും ഡയലോഗ്സ് ഇല്ലാത്ത പോർഷൻസ് ആണ്. അതായത് ആക്ടിംഗ് കൊണ്ട് എലിവേറ്റ് ആയിട്ടുള്ള സീൻസ്. ഡയലോഗ് റൈറ്റിംഗ്സിന് അത്ര അങ്ങോട്ട് പഞ്ച് കൊണ്ടുവരാൻ പറ്റിയതായിട്ടും തോന്നിയിട്ടില്ല. പിന്നെ 2 കാര്യങ്ങൾ പറയാനുള്ളത്, അത് പക്ഷേ ഈ ഫിലിമിന്റെ കുറവുകളായിട്ടല്ല, നമ്മുടെ എക്സ്പെക്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ആൻഡ് കൊറിയോഗ്രഫി. റയൻ എന്ന ഫിലിം ഡിമാൻഡ് ചെയ്യുന്ന ഫിലിം മേക്കിംഗ് അതിനുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നല്ലതാണ് ഇതിലെ കൊറിയോഗ്രഫി. ബട്ട് പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇത് ധനുഷ് മെയിൻ റോളിൽ വരുന്ന ഒരു ഗാങ്സ്റ്റർ ഡ്രാമയാണ് എന്നുള്ളിടത്താണ്. അത് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന 2 ഫിലിംസ് പുതുപ്പേട്ടയും വടച്ചെന്നൈയാണ്, എസ്പെഷ്യലി വടച്ചെന്നൈ. വടച്ചെന്നൈ എന്ന് പറഞ്ഞ നോർത്ത് ചെന്നൈ. റായന്റെ സ്റ്റോറി നടക്കുന്നത് നോർത്ത് ചെന്നൈ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ വളരെയധികം പോസിബിൾ ആണ് നമ്മൾ ഇത് വെട്രിമാരൻ ചെയ്തു വെച്ച് വടച്ചെന്നൈ എന്ന ക്ലാസിക്കിനോട് കമ്പയർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്താലാണ് ഈ പറഞ്ഞ ഡ്രോബാക്ക് നമുക്ക് അനുഭവപ്പെടുക. ബിക്കോസ് നമുക്കറിയാം വെട്രിമാരൻസ് ഫിലിം മേക്കിംഗ് അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു എപ്പിക് സിനിമയൊക്കെ പ്രതീക്ഷിക്കാതെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗാങ്സ്റ്റർ ഡ്രാമ കാണാൻ വേണ്ടിയാവണം റായന് നിങ്ങൾ ടിക്കറ്റ്സ് എടുക്കാൻ. മറ്റൊരു ഡ്രോബാക്ക് ഉള്ളത് ക്യാരക്ടർ ഡെവലപ്മെന്റിലാണ്. ക്യാരക്ടേഴ്സ് വീക്ക് അല്ല, ബട്ട് അവർക്ക് കിട്ടിയേക്കുന്ന പോർഷൻസ് ഇത് പോരാ എന്നൊരു ഫീല് നമുക്കുണ്ടാവും. പ്രകാശ് രാജിന്റെ ഒക്കെ റോള്, അദ്ദേഹത്തിന് ഒരു പോലീസ് വേഷത്തിലാണുള്ളത്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയിരിക്കും, എന്തൊക്കെയോ വലിയൊരു പാർട്ട് പ്ലേ ചെയ്യാനുള്ളത് പോലെ. ബട്ട് ഓരോ തവണ ഇങ്ങനെ വന്നും പോയിട്ട് പിന്നെ നമ്മൾ അദ്ദേഹത്തെ ലാസ്റ്റ് സ്ക്രീനിൽ കാണുമ്പോൾ സ്ക്രീൻ ടൈം എന്തുമാത്രം കുറവായിരുന്നു എന്നുള്ളത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. പിന്നെ SJ സൂര്യയുടെ 2 ഭാര്യമാരുടെ ക്യാരക്ടേഴ്സ് അതും ഇതുപോലെയാണ്. അവരുടെയൊക്കെ ആ ഒരു റൈവലറി ഒക്കെ കഥയ്ക്ക് കുറെ കൂടി സ്ക്രീൻ ടൈം ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ ഫേസ് ഓഫ് എങ്കിലും. ഞാൻ ഈ ഡ്രോബാക്സ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നെഗറ്റീവ്സ് തോന്നിയ ഇടങ്ങളിൽ പോലും പോരാ, നന്നായില്ല എന്നൊക്കെയുള്ള ഫീലിംഗിന് പകരം കുറെ കൂടെ വേണ്ടതായിരുന്നു, കുറെ കൂടെ നന്നാകായിരുന്നു എന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നന്നായിട്ട് വന്ന ഫിലിമിന്റെ ആസ്പെക്ട്സ് എല്ലാം തന്നെ എക്സലന്റ് ആയിരുന്നു എന്നുള്ളതാണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് എടുത്തേക്കുന്ന ഓരോ ടെക്നീഷ്യന്റെയും ബെസ്റ്റ് എഫേർട്സ് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് കമ്പൈൻ ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരാം എന്ന് പ്ലാൻ ചെയ്തെടുത്ത ഒരു സിനിമയാണ് റയൻ എന്നുള്ളത് സിനിമ തീരുമ്പോൾ നമുക്ക് നല്ലപോലെ തോന്നും. പിന്നെ മ്യൂസിക് വർക്ക് നല്ലതായിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം സോങ്സ് കുറച്ച് ഔട്ട് ഓഫ് പ്ലേസ് ആയില്ലേ എന്ന തോന്നലൂടെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞങ്ങൾക്ക് തോന്നിയതായിരിക്കാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നണം എന്നില്ല. അപ്പോൾ ധനുഷ് എന്ന ആക്ടറിന്റെ 50ാമത്തെ മൂവിയിൽ ധനുഷ് എന്ന ഡയറക്ടർ കൂടുതൽ പണിയെടുത്തേക്കുന്നതും ബാക്കി ആക്ടേഴ്സിന് നല്ലൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും അതുവഴി ബിഗ് സ്ക്രീൻ നല്ല എൻഗേജിംഗ് ആയിട്ട് നമുക്ക് കണ്ടിറങ്ങി വരാൻ പറ്റുന്നതുമായ ഒരു ടെക്നിക്കലി ടോപ്പ് നോച്ച് ഗാങ്സ്റ്റർ ഡ്രാമയാണ് റയൻ. സോ നിങ്ങൾ തിയേറ്ററിൽ മിസ്സാക്കാതിരിക്കുക. ഓൾറെഡി കണ്ടതാണെങ്കിലും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടെ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഫിലിമിൽ നല്ലതോ മോശമോ ആയിട്ട് എവിഡന്റ് ആയിട്ട് നിന്ന് എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്നതിനോടൊപ്പം ഒരു ക്രിറ്റിസിസം ആയിട്ട് തന്നെ അത് പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നത് വരെ ബൈ.